പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം 22-ാം തീയതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25-ാം തിരുവചനം. സഹരക്ഷകയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു. പക്ഷേ പാപത്താൽ ഈ മഹനീയ പദം നമുക്ക് നഷ്ടപ്പെട്ടു. പരിതാപകരമായ ഈ സ്ഥിതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിന് അനന്ത നന്മയായ ദൈവം കാരുണ്യപൂർവ്വം തിരുമനസ്സായി. ആദ്യ മാതാപിതാക്കന്മാരുടെ പതനം നിമിത്തം മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു തകിടം മറിച്ചിൽ സംഭവിച്ചു. ദൈവപരിപാലന മനുഷ്യൻ വഴിയായി പുനരുദ്ധരിക്കുന്നതിനാണ് ക്രമീകരിച്ചത്. പാപപങ്കിലമായ മാനവരാശിക്ക് അതിൻ്റെ തന്നെ പരിത്രാണ കൃത്യം നിർവഹിക്കുക അസാധ്യമാണ്. അതിനാൽ ദൈവസുതനായ യേശു മനുഷ്യനായി അവതരിച്ചു. മിശിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും വഴി പൈശാചികതയിൽ അടിമപ്പെട്ട് ലോകത്തെ രക്ഷിക്കുന്നു. കാൽവരിയിലെ മഹായജ്ഞം വഴി സമ്പാദിച്ച പ്രസാദവരത്താൽ മനുഷ്യകുലത്തെ സ്വപിതാവുമായി അവിടുന്ന് ഐക്യപ്പെടുത്തി. മിശിഹയുടെ കൂടി പരിത്രാണ കർമ്മത്തിൻ്റെ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് പരിശുദ്ധ കന്യാമറിയം അല്ലാതെ മറ്റാരുമല്ല. പരിത്രാണ കർമ്മത്തിൻ്റെ കേന്ദ്രവും അതിന് മകുടം ചാർത്തുന്നതുമായ സംഭവമാണ് കാൽവരിയിലെ മഹോന്നതമായ ബലി. പരിശുദ്ധ കന്യക മിശിഹായ്ക്ക് വിധേയയായി മിശിഹായോടുകൂടി അവിടുത്തെ ഹോമബലിയിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് പരിഹാരം അർപ്പിക്കുകയും മാനവകുലത്തിന് മുഴുവൻ വേണ്ടി ആ ത്യാഗം സന്തോഷപൂർവ്വം സഹിക്കുകയും ചെയ്തു. മനുഷ്യകുലത്തിൻ്റെ നാശത്തിന് ആദവും ഹവയും ഉത്തരവാദികളായതുപോലെ അതിൻ്റെ പരിത്രാണ കർമ്മത്തിൽ രണ്ടാമത്തെ ആദമായ മിശിഹായും പുതിയ ഹവ്വായായ പരിശുദ്ധ കന്യകയും കാരണഭൂതരായി. സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഹവ്വായോട് ഉപമിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല, ഈശോയും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമായതിനാലാണ്. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ അവസരത്തിൽ മരിയാമ്പിക കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവൾ മാനവവംശത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആ മഹാബലിയോട് യോജിച്ച് സ്വയം സമർപ്പിച്ചു. മിശിഹായോടുള്ള കന്യകാംബയുടെ സ്നേഹവും ഐക്യവും മഹത്തരമായതിനാൽ മിശിഹ ശാരീരികമായി സഹിച്ചതെല്ലാം പരിശുദ്ധ കന്യക അവളുടെ ഹൃദയത്തിൽ സഹിക്കുകയുണ്ടായി. മിശിഹായോടുകൂടി സഹിച്ച മറിയത്തിൻ്റെ സ്നേഹം എത്ര അപാരമാണ്! പരിഹാരമർപ്പിച്ച കൃത്യം എത്ര മഹത്വമാണ്! അവളുടെ ദൈവമാതൃത്വം വഴി അവൾ സകല സൃഷ്ടികൾക്കും അതീതയായിത്തീർന്നു. എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിശേഷം വിമുക്തയായി. ഹൃദയവേദയുടെ ചീച്ചുളയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യക സ്വയം ഹോമിച്ചു. ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിശിഹായുടെ പരിത്രാണ കൃത്യത്തിൽ എത്രമാത്രം സഹകരിക്കുന്നുവോ അതിൻ്റെ തോതനുസരിച്ചാണ്. നരകുല പരിത്രാതാവായ മിശിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദൈവമാതാവാണെന്ന് നിസ്തർക്കം പറയുവാൻ കഴിയും. അതിനാൽ പരിശുദ്ധ കന്യകയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അപദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. സംഭവം: കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് മുൻവശത്തുള്ള ചാപ്പലിൽ അമലോത്ഭവ മാതാവിൻ്റെ ഒരു മനോഹരമായൊരു സ്വരൂപമുണ്ട്. ഒരു ദിവസം 2-3 അക്രൈസ്തവർ മദ്യപാനം കഴിഞ്ഞിട്ട് അതിലെ വരുമ്പോൾ അവരിലൊരാൾ വളരെ ഹീനമായ വിധത്തിൽ പരിശുദ്ധ കന്യകയുടെ രൂപത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഇവൾ നൃത്തം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്, തുടങ്ങടി നിന്റെ നൃത്തം. ഇത് പറഞ്ഞിട്ട് 5-6 അടി മുന്നോട്ട് വെച്ചപ്പോൾ ഉടൻ തന്നെ അയാൾ സർപ്പദംശനമേറ്റു. അയാളെ വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: വിഷം ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധ്യമല്ല, ദൈവകോപമാണ്. അതിന് പരിഹാരം അർപ്പിക്കണമെന്ന് വൈദ്യൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ആ മനുഷ്യനും അയാളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ വന്നു പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിച്ചു. മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടുത്തെ അക്രൈസ്തവർക്ക് പോലും മാതാവിനോട് വലിയ ഭക്തിയാണ്.
സംഭവം. പ്രാർത്ഥന എനിക്ക് ശേഷം ഏറ്റു ചൊല്ലുക. ദൈവമാതാവേ, അവിടുത്തെ ദിവ്യസുതനോട് കൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അങ്ങ് നിസ്തുലമായ പങ്ക് വഹിച്ചുവല്ലോ. ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട്. ദിവനാഥേ, ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദിവ്യസുതൻ്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അകത്തൊലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാക്കട്ടെ. നാഥേ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ. ഞങ്ങളെ സഹായിക്കണമേ. എത്രയും മാതാവേ, നിന്റെ സംഗീതമായി ഓടിയൊന്ന് നിന്റെ ഉപകാരസമയം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ തേടിയവരിൽ ഓരോരെങ്കിലും നിന്നാൽ കൈയിടപ്പെട്ട് വന്നല്ലോ അതിൽ കേൾപ്പെട്ടിട്ടില്ലെന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞി കന്യകതയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്തിൽ ധൈര്യപ്പെട്ട് കണ്ണു വെച്ച് നീ ഭാവിയായി ഞാൻ നിന്റെ ദയുടെ ആഴ്ത്ത കാത്തുകൊണ്ട് നിന്റെ സമൂഹത്തിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ഇത്രയും ദയുള്ള മാതാവായി കേട്ടൊള്ളണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുവാനോട് പ്രാർത്ഥിക്കണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുഹൃദയ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുഹൃദയ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ജന്മഭാവമുലൽ വെച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മഭാവമുലൽ വെച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലാല് വരുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരുത്തിരിക്കുവാനോ പ്രാർത്ഥിക്കണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുഹൃദയ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ഊരരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവകുമാരൻ്റെ പുണ്യജനനി, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, ഇത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, കളങ്കഹീനിയ കന്യാശ്രീയായിരിക്കുന്ന മാതാവേ, കന്യാത്വത്തിന് അന്തരം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സതുപദേശത്തിൻ്റെ മാതാവേ, സൃഷ്ടിതാവിൻ്റെ മാതാവേ, രക്ഷിതാവിൻ്റെ മാതാവേ,
വിവേകൈശ്വര്യമുള്ള കന്യകയെ, പ്രകാശപൂർണ്ണമായി സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകയെ, സുപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ, വല്ലഭമുള്ള കന്യകയെ, കനിവുള്ള കന്യകയെ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകയെ, നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ, ദാവീദിൻ്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണ്ണാലയമേ, വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ, ആകാശമോക്ഷത്തിൻ്റെ വാതിലെ, ഉഷ്കാലത്തിൻ്റെ നക്ഷത്രമേ, രോഗികളുടെ സുസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, ഭവന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലിഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, ലോകത്തിൻ്റെ പാവങ്ങളിൽ നിന്ന് ദൈവജീവൻ കുട്ടിയായിരിക്കുന്ന ഈശ്വരമ്പുരാനെ, ലോകത്തിൻ്റെ പാവങ്ങളിൽ നിന്ന് ദൈവജീവൻ കുട്ടിയായിരിക്കുന്ന ഈശ്വരമ്പുരാനെ, ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് ദൈവജീവൻ കുട്ടിയായിരിക്കുന്ന ഈശ്വരമ്പുരാനെ, കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സർവീശ്വരൻ്റെ പുണ്യപൂർണ്ണ മാതാവേ, ഇതാണ് നിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കരുതേ. ഭാഗ്യവതിയും ആശീർവദിക്കോട്ടുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങൾ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാൻ. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി അങ്ങ് മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ കുടുംബത്തെ തിക്കൻ പാർത്ത് എപ്പോഴും പരിസ്ഥിതി കനിയായിരിക്കുന്ന പരിസമരത്തിൻ്റെ അപേക്ഷയാൽ ലോകത്തിലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപയെ ഞങ്ങളുടെ ദൃഷ്ടികളും ഈ അപേക്ഷയ്ക്കുകയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമീൻ. പരിശുദ്ധ രാജ്ഞി, കാരണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുരി ശരണമേ സ്വസ്തി. ഹവ്വയുടെ പുറം തള്ളയുടെ മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്ന കണ്ണുനീരി താഴ്ന്ന വീങ്ങിക്കരിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥ ഞങ്ങളുടെ കാരണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യാമറിയമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യതയായ വൈസമൃതത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിൽ അങ്ങ് ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ ഞാൻ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷ ലോകത്തിലെ സകല ആപത്തുകളും നിത്യമാനത്തിന് രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷയിലേക്ക് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതയിലേക്ക് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സങ്കേതമേ, അവിജാതികൾ മുതലായവർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സങ്കേതമേ, ശുദ്ധമാർ പാപ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സങ്കേതമേ, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളുടെ സങ്കേതം അങ്ങേ പ്രിയ മക്കളായിരിക്കും ഉച്ചീർന്ന സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
പാപികളുടെ സംഗീതമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് എങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, എങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഈ ദിവസം കൂടെ കൂടെ ചെറിഞ്ഞ സുഹൃദേവം, കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ മാതാവേ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവേ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവേ, ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. മേരി മാതാവേ, സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ.